ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2024 മർത്തമറിയാം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഏവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അധ്യായം 5 വിശ്വാസ ജീവിതത്തിൻ്റെ ധീരമാതൃകകൾ. എബ്രായർ 11-12 അധ്യായങ്ങളിൽ വിശ്വാസ ജീവിതം നയിച്ച പഴയ പിതാക്കന്മാരുടെ മാതൃകകൾ എടുത്തുകാട്ടി ഏവരെയും വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് എബ്രായർ ലേഖകൻ അധ്യായങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിലൂടെയും ശുശ്രൂഷകളിലൂടെയും മഹാപൗരോഹിത്യങ്ങളിലൂടെയും രക്ഷയുടെ അനുഭവം കൈവന്ന യഹൂദ ക്രിസ്ത്യാനികൾ ഭൂരിഭാഗവും അവരുടെ അവിശ്വാസ ജീവിതം നിമിത്തം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടതായും ലേഖനകർത്താവ് ഇവിടെ വിശദമാക്കുന്നു. ഈ വിശ്വാസ വീരന്മാരുടെ ജീവിതങ്ങളിലൂടെ ക്രൈസ്തവ ജീവിതം വിശ്വാസത്തിൽ നയിക്കേണ്ടതാകുന്നു എന്നതുകൂടി ലേഖകൻ ഇവിടെ വിശദമാക്കുന്നു. നമുക്ക് ഏവർക്കും പരിചിതമാണ് എബ്രായർ 11 അധ്യായം. 11:1 തന്നെ പറയുന്നത് യഥാർത്ഥമായ വിശ്വാസം എന്താണ് എന്നതാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന വിശ്വാസം അന്ധമായ ഒരു ശുഭാപ്തി വിശ്വാസമോ യുക്തിരഹിതമായ നിഗമനങ്ങളിലൂടെയുള്ള വിശ്വാസമോ വെറും ഉപദേശങ്ങളിലൂടെയുള്ള വിശ്വാസമോ ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ വിശ്വാസമോ ഒന്നുമല്ല. മറിച്ച് ദൈവവചനത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളിലുള്ള ഉറപ്പാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് എന്നുള്ള ഉറപ്പാണ് യഥാർത്ഥമായ വിശ്വാസം. ഉറപ്പ് എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദമാണ് ഹിപ്പോസ്റ്റാസിസ്. പ്രത്യാശാനിർഭരമായ ഉറപ്പ്. മലയാളത്തിൽ അതിന് വിശ്വാസം എന്നാണ് പരിഭാഷ. പ്രതീക്ഷിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് ഇവിടെ വിശ്വാസം. നാം പ്രതീക്ഷിക്കുന്ന രക്ഷയുടെ പൂർണ്ണത നമുക്ക് ലഭിക്കും എന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അഥവാ എലഗോസ് എന്നാണ് ഗ്രീക്കിൽ അതിന് അറിയപ്പെടുന്ന പദം. കോടതിയിൽ കൊടുക്കുന്ന സാക്ഷ്യത്തിനോ തെളിവിനോ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് എലഗോസ്. അധ്യായങ്ങൾ പൂർവികരുടെ സാക്ഷ്യം നാം കാണുന്നുണ്ട്. അവർ എത്രമാത്രം വിശ്വാസം വീരന്മാരായിരുന്നു, അവർ എത്രമാത്രം നീതിമാന്മാരായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാം. അവരുടെ വിശ്വാസത്തിൻ്റെ പ്രഥമ പടി എന്നത് ദൈവ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു ഉത്തമ ബോധ്യമായിരുന്നു. പ്രപഞ്ചം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവിടുന്ന് സൃഷ്ടിയെ മുഴുവൻ പരിപാലിക്കുന്നു. ശൂന്യതയിൽ നിന്ന് ദൈവവചനത്താൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു എന്നതായിരുന്നു ആ വിശ്വാസ വീരന്മാരുടെ അടിസ്ഥാനമായ വിശ്വാസം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭൗതികവാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇന്ദ്രിയഗോചരമായ കാര്യങ്ങളിലും ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിലും കൂടി ബോധ്യമാക്കുന്നതിലൂടെ മാത്രമേ നാം വിശ്വസിക്കുകയുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്നതാണ് ഭൗതികവാദം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മീയമായ ജീവിതം. അദൃശ്യനായ ദൈവത്തിലും അവിടുത്തെ അത്ഭുതമാർന്ന പ്രവർത്തനങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് മാത്രമേ ആത്മീയ ജീവിത യാത്രയിലൂടെ പടവുകൾ കയറുവാൻ സാധിക്കുകയുള്ളൂ എന്ന് യാഥാർത്ഥ്യം ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. വിശ്വാസ വീരന്മാരുടെ പട്ടിക നൽകുന്ന എബ്രായ ലേഖനം 11 അധ്യായം. എന്താണ് യഥാർത്ഥ വിശ്വാസം? ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിലുള്ള ഉറപ്പ്. ഡാഷ് എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം. ഉറപ്പ് എന്നതിൻ്റെ ഗ്രീക്ക് പദം ഹിപ്പോസ്റ്റാസിസ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നതിൻ്റെ ഗ്രീക്ക് പദം എലക്കോസ്. എന്താണ് ക്രൈസ്തവരുടെ അടിസ്ഥാന വിശ്വാസം? ശൂന്യതയിൽ നിന്ന് ദൈവവചനത്താൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു എന്നത്. ഹാബേലിൻ്റെ ജീവിതമാണ് വിശ്വാസ പട്ടികയിൽ ആദ്യം നൽകുന്നത്. ഹാബേലും കയീനും സഹോദരങ്ങളായിരുന്നു. ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, എന്നാൽ കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അവരുടെ രണ്ടുപേരുടെയും വ്യക്തികളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസമാണ് യാഗങ്ങളിലെ വ്യത്യസ്തമായ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ കഴിഞ്ഞത്.
കായേൻ ദുഷ്ടൻ നിന്നുള്ളവനായിരുന്നു, അവൻ്റെ പ്രവൃത്തി ദോഷം നിറഞ്ഞതുമായിരുന്നു. എന്നാൽ ഹാബേലിൻ്റെ പ്രവൃത്തി നീതിയുള്ളതായിരുന്നു. നീതിമാനായിരുന്നു ഹാബേൽ, ദൈവഭക്തനായിരുന്നു ഹാബേൽ. അവൻ്റെ യാഗം സ്വീകാര്യമാകുവാനുള്ള കാരണം അയാളുടെ ഹൃദയം നൈർമല്യവും അയാൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഹാബേൽ അർപ്പിച്ച യാഗം ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ നിഴലായിരുന്നു. ക്രിസ്തു ലോകസ്ഥാപനത്തിനു മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടാകുന്നു എന്ന സത്യം ഹാബേൽ തിരിച്ചറിഞ്ഞു. ഹാബേലിൻ്റെ രക്തം സംസാരിക്കുന്നു എന്ന പ്രയോഗം ഇവിടെ നമുക്ക് കാണാം. യഹൂദ വിശ്വാസപ്രകാരം വിശ്വാസ സാക്ഷികളുടെ രക്തത്തിന് പ്രവർത്തനശേഷിയുണ്ട്. മരണശേഷവും ഹാബേൽ നമ്മോട് സംസാരിക്കുന്നു. ഹാബേലിൻ്റെ രക്തം നിഴലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തം അത്യധികം പ്രവർത്തനശേഷിയുള്ളതും നമുക്ക് രക്ഷ നൽകുന്നതുമാണ്. അടുത്തതായി ഹാനോക്ക്. ആദാം മുതൽ ഏഴാമതായിരുന്നു ഹാനോക്കിൻ്റെ സ്ഥാനം. മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വ്യക്തിയാണ് ഹാനോക്ക്. ആദാമിനു ശേഷം 500 വർഷങ്ങൾക്കു ശേഷമാണ് ഹാനോക്ക് ഇവിടെ ജീവിച്ചിരുന്നത്. ദൈവത്തോടു കൂടെ നടന്നതിനാൽ ദൈവത്തിൽ പ്രീതിയുള്ളവനായിരുന്നു അവൻ നീതിമാനായിരുന്നു, ദൈവസന്നിധിയിൽ അംഗീകാരം ലഭിച്ചവനായിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഏകദേശം 300 സംവത്സരം ഭൂമിയിൽ നടന്നതുകൊണ്ട് മരണം കൂടാതെ അവൻ എടുക്കപ്പെട്ടു. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഹാനോക്ക് വിശ്വാസികളുടെ രൂപാന്തരത്തിൻ്റെ നിഴലാണ്. സഭയുടെ എടുക്കപ്പെടലിനെയും ഇത് സാക്ഷീകരിക്കുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഹാനോക്ക് വിശ്വസിച്ചിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല വിശ്വാസം, അവനെ അനുസരിക്കുന്ന ജീവിതമാണ് യഥാർത്ഥമായ വിശ്വാസമെന്ന് ഹാനോക്ക് നമ്മെ കാട്ടിത്തരുന്നു. ദൈവം പ്രസാദിച്ചത് ആരുടെ യാഗത്തിൽ? ഹാബേലിൻ്റെ. കായേൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാഞ്ഞത് എന്തുകൊണ്ട്? കായേൻ ദുഷ്ടനിൽ നിന്നുള്ളവനും പ്രവൃത്തി ദോഷമുള്ളതുമായിരുന്നു. ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് എന്തുകൊണ്ട്? ഹാബേലിൻ്റെ ഹൃദയം നൈർമല്യവും വിശ്വാസവുമായിരുന്നു. ഹാബേൽ അർപ്പിച്ച യാഗത്തിൻ്റെ പ്രസക്തി ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ നിഴലായിരുന്നു. ക്രിസ്തു അറക്കപ്പെട്ട കുഞ്ഞാടാണ് എന്ന് ലോകസ്ഥാപനത്തിനു മുമ്പേ തിരിച്ചറിഞ്ഞതാര്? ഹാബേൽ. അടുത്തതായി നോഹയുടെ ജീവിതം. ലോകം ദൈവത്തെ ജലപ്രളയത്തിലൂടെ നശിപ്പിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ലഭിച്ചത് നോഹയ്ക്കായിരുന്നു. അന്നുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തൊരു സംഭവമായിരുന്നു അത്. എന്നാൽ നോഹ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിന് ഒരു ചോദ്യം ചെയ്യലും കൂടാതെ വിശ്വസിച്ചതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം നിർമ്മിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ നീതിമാൻ എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് നോഹയ്ക്കാണ്. നോഹ ഉണ്ടാക്കിയ പെട്ടകം ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുന്നതിൻ്റെ അടയാളവും അത് ക്രിസ്തുവിൻ്റെ മുൻകുറിയുമാണ്. നോഹയും കുടുംബവും പുതിയ ഭൂമിയിൽ നടന്നതുപോലെ ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെടുന്നവർ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നവരാണ്. കർത്താവിൻ്റെ അടുത്ത വരവ് നോഹയുടെ കാലം പോലെയുള്ള സമയത്ത് ഉണ്ടാകുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്യുന്നു. മരണവിധേയനാകാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വ്യക്തി ഹാനോക്ക്. ഹാനോക്ക് ജീവിച്ചിരുന്ന കാലഘട്ടം ആദാമിന് ശേഷം ഏകദേശം 500 വർഷങ്ങൾക്കു ശേഷം. ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ട് ഹാനോക്ക് എത്ര സംവത്സരം ഭൂമിയിൽ നടന്നു? 300. ലോകത്തെ ജലപ്രളയത്തിലൂടെ നശിപ്പിക്കും എന്ന് ദൈവം മുന്നറിയിപ്പ് നൽകിയത് ആർക്ക്? നോഹയ്ക്ക്. വേദപുസ്തകത്തിൽ നീതിമാൻ എന്ന പദം ആദ്യം ഉപയോഗിക്കുന്നത് ആർക്ക് വേണ്ടി? നോഹയ്ക്ക്. വിശ്വാസികളുടെ രൂപാന്തരത്തിൻ്റെ നിഴലാര്? ഹാനോക്ക്. നോഹയുടെ പെട്ടകം നൽകുന്ന സന്ദേശമെന്ത്? ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുന്നതിൻ്റെ അടയാളവും ക്രിസ്തുവിൻ്റെ മുൻകുറിയും. ഇനിയുമുണ്ട് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചവരായ പലരും. അടുത്തതായി അബ്രഹാമിൻ്റെ ജീവിതം. അബ്രഹാമിൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ വെളിപ്പെടുത്തുന്നു. വിശ്വാസികളുടെ പിതാവ്, ദൈവത്തിൻ്റെ സ്നേഹിതൻ, ദൈവത്തോട് കൂടെ നടന്നവൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു അബ്രഹാം. അബ്രഹാം സൂര്യനെ കവിയുന്ന തേജസ്സായി ദൈവത്തെ കണ്ടവനാണ്. വിശ്വാസത്തിൻ്റെ അനുസരണം പ്രാപിച്ചവനാണ്. അവൻ്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടു. സ്വന്തം ദേശവും ചാർച്ചക്കാരും ജീവിതഭദ്രത നൽകുന്ന സകലവും വിട്ടും ദൈവവിളിയുടെ പിന്നാലെ മറ്റൊന്നും നോക്കാതെ പുറപ്പെട്ട അബ്രഹാമിൻ്റെ വിശ്വാസം അനുസരണത്തിൻ്റെ വിശ്വാസമായിരുന്നു.
തൻ്റെ പിൻഗാമികൾക്കായി ദൈവം വാഗ്ദാനം ചെയ്ത കനാൻ ദേശമാണെന്നറിഞ്ഞിട്ടും ഒരു പരദേശിയെ പോലെയാണ് അദ്ദേഹം അവിടെ ജീവിച്ചത്. സ്വർഗീയമായതിൽ അവൻ ദൃഷ്ടി ഉറപ്പിച്ചു. ഭൂമിയിലെ താൽക്കാലിക സുഖങ്ങൾക്ക് അവൻ അടിമപ്പെടാതെ ദൈവത്തിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തി. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ തെളിയിക്കുന്ന വലിയ പരീക്ഷ നമുക്കറിയാം. ഇസഹാക്കിനെ യാഗം കഴിക്കാനുള്ള ദൈവകൽപ്പനയും തുടർ നടപടികളുമാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത് നൽകിയ സന്താനമായിരുന്നു ഇസഹാക്ക്. അവനിലായിരുന്നു അബ്രഹാമിൻ്റെ സ്നേഹം മുഴുവൻ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ദൈവം അത് ആവശ്യപ്പെട്ടപ്പോൾ ആ സ്നേഹം മുഴുവൻ ദൈവത്തിന് കൊടുക്കുവാൻ അവൻ സന്നദ്ധനായി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പദം അദ്ദേഹത്തിന് നൽകിയത്. മാത്രമല്ല, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയും വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ എടുത്തു കാട്ടുന്നു. ഇരുവരും വിശ്വാസ ജീവിതത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. വിശ്വാസം മൂലം അബ്രഹാമിനും സാറയ്ക്കും ലഭിച്ചത് ഇസഹാക്കിനെ മാത്രമല്ല, പിന്നെയോ എണ്ണിക്കൂടാൻ പറ്റാത്ത നിലയിൽ സന്താന പരമ്പരകൾ കൂടിയാണ്. സാറ വിശ്വാസത്തിൽ അബ്രഹാമിനോട് ചേർന്നു നിന്നു, അബ്രഹാമിനെ അനുസരിച്ചു. അവൾ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസഹാക്കിനെ ബലി കഴിക്കുവാനുള്ള സന്നദ്ധത. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉണ്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവത്തെ അബ്രഹാം ഉറച്ചു വിശ്വസിച്ചു. ഇസഹാക്കിൻ്റെ ബലി ക്രിസ്തുവിൻ്റെ ബലിയുടെ പ്രതിരൂപമാണ്. മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ അബ്രഹാമിന് വീണ്ടുകിട്ടി. അതുപോലെ ക്രിസ്തുവിൻ്റെ മരണത്തെ ജയിച്ച പുനരുദ്ധാരണത്തിൻ്റെ പ്രതീകമാണ് അബ്രഹാമിന് ഇസഹാക്കിനെ വീണ്ടുകിട്ടി എന്നുള്ളത്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കും വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നിരുന്നു. ഇസഹാക്ക് മക്കളെ അനുഗ്രഹിച്ചത് വിശ്വാസത്തിലായിരുന്നു. അന്ന് ഇസഹാക്കിന് വംശങ്ങളും ജാതികളും സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇസഹാക്കിനെ വഞ്ചിച്ചാണ് യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചത്. എന്നാലോ വഞ്ചനയെപ്പറ്റി ബോധവാനാകുമ്പോഴും അതിൽ ദൈവത്തിൻ്റെ കൈ ഇസഹാക്ക് ദർശിച്ചു. അതുകൊണ്ട് ദൈവം യാക്കോബിനെ വീണ്ടും അനുഗ്രഹിച്ചു. യാക്കോബ് ശാരീരിക ക്ഷീണമുള്ളവനായിരുന്നു എങ്കിലും വിശ്വാസത്തിൽ ബലമുള്ളവനായി യൗസേപ്പിൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് യൗസേപ്പിൻ്റെ മക്കളിൽ ഇളയവനായി എഫ്രീമിനെ അനുഗ്രഹിക്കുന്നതിൽ കൂടി തൻ്റെ വിശ്വാസം പ്രകടമാക്കുകയുണ്ടായി. യൗസേപ്പ് മിസ്രൈമിൽ രണ്ടാമനായി എങ്കിലും വിശ്വാസത്തിൽ വാഗ്ദത്ത നാടായ കനാനെ കണ്ടു തൻ്റെ അസ്ഥികൾ അവിടെ കൊണ്ടുപോകുവാൻ ഉറപ്പുവരുത്തി. അവഗണനയും ഉപദ്രവങ്ങളും പീഡയും യൗസേപ്പിൻ്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിച്ചില്ല. തൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് യൗസേപ്പ് വിശ്വസിച്ചിരുന്നു. ഇവരെല്ലാം വിശ്വാസത്താൽ ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ച വീരപിതാക്കന്മാരായിരുന്നു. വിശ്വാസികളുടെ പിതാവ്, ദൈവത്തിൻ്റെ സ്നേഹിതൻ, ദൈവത്തോട് കൂടെ നടന്നവൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആര്? അബ്രഹാം. സൂര്യനെ കവിയുന്ന തേജസ്സായി ദൈവത്തെ കണ്ടവനാര്? അബ്രഹാം. അബ്രഹാമിൻ്റെ വിശ്വാസം ഡാഷായിരുന്നു, അനുസരണത്തിൻ്റേതായിരുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ തെളിയിക്കുന്ന വലിയ പരീക്ഷ എന്തായിരുന്നു? ഇസഹാക്കിനെ യാഗം കഴിക്കാനുള്ള ദൈവകൽപ്പനയും തുടർ നടപടികളും. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേര് അബ്രഹാമിന് ലഭിച്ചതെങ്ങനെ? ദൈവം വാഗ്ദത്തം ചെയ്ത സന്താനമായി ഇസഹാക്കിനെ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കുവാനായി സന്നദ്ധനായി. ക്രിസ്തുവിൻ്റെ ബലിയുടെ പ്രതിരൂപമായിരുന്നു ഡാഷ് ഇസഹാക്കിൻ്റെ ബലി. ഇസഹാക്കിനെ വഞ്ചിച്ച് അനുഗ്രഹം പ്രാപിച്ചതാര്? യാക്കോബ്. യാക്കോബ് അനുഗ്രഹിച്ചത് ആര്? യൗസേപ്പിൻ്റെ പുത്രന്മാർ. യൗസേപ്പിൻ്റെ മക്കളിൽ ഇളയവനാര്? എഫ്രൈം. ഇതോടൊപ്പം വിശ്വാസത്തിൻ്റെ വീരന്മാരായി വർദ്ധിച്ച മോശ, യോശുവ, രാഹാബ്, ഗിദെയോൻ എന്നിവരെക്കുറിച്ചും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. മോശയുടെ വിശ്വാസം. മോശയുടെ മാതാപിതാക്കളായ അബ്രാമും യോഖേബേദും വിശ്വാസത്താൽ ഫറവോൻ്റെ കൽപ്പനയെ ഭയപ്പെടാതെ മോശയെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. മോശ വളർന്നു. വിശ്വാസത്താൽ അത് ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നതിനായി തിരഞ്ഞെടുത്തു ജീവിതം. ഫറവോൻ്റെ പുത്രിയുടെ മകൻ അഥവാ രാജകുമാരൻ എന്ന പദവി നിരസിച്ചു. മിസ്രൈമിലെ സുഖസൗകര്യങ്ങളൊക്കെ വിട്ട് ദൈവജനത്തിനു വേണ്ടി നിന്ന സഹിക്കുന്നത് അഭിമാനമായി കരുതി. മോശ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. മോശയ്ക്ക് നേരിട്ട വെല്ലുവിളി ക്രൈസ്തവ ജീവിതത്തിലെ നമുക്ക് ഓരോരുത്തർക്കും നേരിടേണ്ടി വരും. വിശ്വാസത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ നമ്മുടെ ആയുധമായി മാറേണ്ടത്. ക്രിസ്തുവിൻ്റെ നിന്ന എന്ന് എബ്രായർ 11:26 പ്രസ്താവിക്കുന്നു. മനുഷ്യാവതാരത്തിന് മുമ്പാണ് മോശ ജീവിച്ചിരുന്നതെങ്കിലും വിശ്വാസത്തിൽ മോശ നിത്യനായ ക്രിസ്തുവിനോട് സമനായിരുന്നു.
മാറ്റമില്ലാത്തവനായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചതായി കാണാം. ശക്തനായ ഫറവോനെ മോശ ഭയപ്പെട്ടില്ല. അദൃശ്യനായ ദൈവത്തിലുള്ള വിശ്വാസം അവൻ മുറുകെ പിടിച്ചു. പക്ഷെ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന സംഭവമാണ് ചെങ്കടൽ കടന്ന ആ സംഭവം. ചെങ്കടൽ കടന്നതിനെ ക്രൈസ്തവ മാമോദിസയുടെ പ്രതിരൂപമായിട്ടാണ് കണക്കാക്കുന്നത്. വിശ്വാസത്താൽ മരണം വിട്ട് ജീവനിലേക്ക് കടക്കുന്ന അനുഭവമാണ് മാമോദിസയിൽ സംഭവിക്കുന്നത്. അടുത്തതായി യോശുവയുടെ വിശ്വാസം. അത് പ്രവർത്തിക്കുന്ന വിശ്വാസമായിരുന്നു. മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിക്കുവാനുള്ള നിയോഗം ലഭിച്ചത് യോശുവയ്ക്കായിരുന്നു. യോശുവ മോശയെപ്പോലെ തന്നെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. ദൈവകൽപ്പന സ്വീകരിച്ചുകൊണ്ട് എരീഹോവിലേക്ക് ചെന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. മോശയുടെ മാതാപിതാക്കൾ ആരല്ല? അബ്രാം, യോക്കേബേദ്. രാജകുമാരൻ എന്ന പദവി നിരസിച്ചത് ആര്? മോശ. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് ആര്? മോശ. മോശയുടെ ദൈവത്തിലുള്ള വിശ്വാസം പ്രകടമായ സംഭവം ചെങ്കടൽ കടന്നത്. ക്രൈസ്തവ മാമോദിസയുടെ പ്രതിരൂപം ചെങ്കടൽ കടന്ന സംഭവം. വിശ്വാസത്താൽ മരണം വിട്ട് ജീവനിലേക്ക് കടക്കുന്ന അനുഭവമാണ് വിശുദ്ധ മാമോദിസ. മോശയ്ക്കു ശേഷം ഇസ്രായേലിനെ കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ നിയോഗം ലഭിച്ചത് ആർക്ക്? യോശുവ. യോശുവ ദൈവകൽപ്പന അനുസരിച്ച് ചെന്ന സ്ഥലം എരീഹോവ്. വിശുദ്ധ വേദപുസ്തകത്തിൽ രാഹാബിൻ്റെ വിശ്വാസം നമുക്ക് കാണാം. രാഹാബ് ഒരു വേശ്യാസ്ത്രീയായിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ വിശ്വസിച്ച് ഒറ്റുകാരെ സംരക്ഷിച്ച കാര്യം എബ്രായ ലേഖകൻ ഇവിടെ എടുത്തുകാട്ടുന്നു. ഇസ്രായേലിൽ നിന്നുള്ള ചാരന്മാരെ അവൾ വിശ്വാസം മൂലമാണ് സംരക്ഷിച്ചത്. രാഹാബ് യേശുവിൻ്റെ വംശാവലിയിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി. അത് അവൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രതിഫലമാണ്. രാഹാബിനെക്കുറിച്ചുള്ള പരാമർശം സുവിശേഷ സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. സ്ത്രീത്വത്തിൻ്റെ അംഗീകരണം, പതിതർക്കുള്ള രക്ഷ, വിശ്വസിക്കുന്ന ഏതു പാപിക്കും രക്ഷയും അനുഗ്രഹവും നൽകുന്ന ദൈവമാണ് എന്ന് ഒരു വെളിപ്പെടുത്തൽ കൂടെ രാഹാബിൻ്റെ വിശ്വാസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഭീരുവായിരുന്ന ഗിദെയോൻ്റെ വിശ്വാസം. വിശ്വാസത്താൽ യുദ്ധത്തിൽ ശക്തി പ്രാപിച്ചു. ബാറാക്ക് ഭീരുവായിരുന്നെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശത്രുവിനെ തോൽപ്പിച്ചു. ശക്തനായ ശിംശോൻ ബലഹീനനായപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ശക്തി പ്രാപിച്ചു. യിഫ്താഹ് ദൈവവിശ്വാസിയാകിയാൽ ശത്രുവിനെ തോൽപ്പിച്ചു. ദാവീദ് ഉറച്ച ദൈവവിശ്വാസത്തിൽ ഗോലിയാത്തിനെ കൊന്നു. ദാനിയേൽ വിശ്വാസത്താൽ സിംഹത്തിൻ്റെ വായടച്ചു. യെരമ്യാവ് വിശ്വാസത്താൽ ഉപദ്രവം സഹിച്ചു. ഏലിയാവും ഏലിശയും വിശ്വാസത്താൽ അത്ഭുതങ്ങൾ ചെയ്തു. സക്കരിയ വിശ്വാസത്താൽ കല്ലേറ് സ്വീകരിച്ചു. യെശയ്യാവ് ഈർച്ചവാളാൽ അറക്കപ്പെട്ടു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി ശമൂവേൽ പ്രവാചകൻ മാറിയെന്നും കണ്ടു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരെ രാജാവ് തീച്ചൂളയിൽ എറിഞ്ഞുവെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവർ സംരക്ഷിതരായി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏവരും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ശക്തിയുടെ കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ദൈവം അവരെ സംരക്ഷിച്ചതും അവർക്ക് ശക്തമായ വിടുതൽ കൊടുത്തതും ആയി നമുക്ക് കാണാം. മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തി വിശ്വാസത്തിനുണ്ട് എന്ന് ഏലിയ, ഏലിശ പ്രവാചകന്മാരുടെ ചരിത്രം തെളിയിക്കുന്നു. മതപീഡനം സഹിക്കുവാൻ ഏലിയാസറിനെ പോലെയുള്ളവരെ പ്രാപ്തരാക്കിയതും ദൈവത്തിലുള്ള വിശ്വാസമാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനു വേണ്ടി മരണം വരിച്ച ധീരനായിരുന്നു. വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായ അനേകം ആൾക്കാർ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചിലർ വിശ്വാസത്തിനു വേണ്ടി ബഹുകഷ്ടതകൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അനേകർ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം ലഭിച്ചവരായിരുന്നു, എങ്കിലും അതിൻ്റെ നിവൃത്തി പ്രാപിച്ചില്ല. വിശ്വാസികൾ ലോകദൃഷ്ടിയിൽ ജീവിക്കുവാൻ അയോഗ്യരും ചവറുമായി കരുതപ്പെട്ടിരുന്നു. പഴയ നിയമ വിശുദ്ധർക്ക് ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണ വെളിപാട് ലഭിച്ചിരുന്നില്ല. എന്നാൽ രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമെന്നതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രമാണം. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് കഷ്ടത സ്വീകരിച്ചവർ ദൈവത്തിൽ നിന്ന് അംഗീകാരം നേടിയെങ്കിലും ദൈവം നൽകിയ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയാണ്. ക്രിസ്തുവിലൂടെ നമുക്കും രക്ഷയുടെ വലിയ അനുഭവത്തിലേക്ക് മാറാം. ഏവർക്കും ആശംസകൾ. ഇസ്രായേലിൻ്റെ ദൈവത്തെ വിശ്വസിച്ച് ഒറ്റുകാരെ സംരക്ഷിച്ച വേശ്യാസ്ത്രീ രാഹാബ്.
രാഹാബ് യേശുവിൻ്റെ വംശാവലിയിൽ സ്ഥാനം പിടിച്ചത് അവളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലം. രാഹാബിനെക്കുറിച്ചുള്ള പരാമർശം സൂചിപ്പിക്കുന്നത് സ്ത്രീത്വത്തിൻ്റെ അംഗീകരണം, പതിതർക്കുള്ള രക്ഷ, വിശ്വസിക്കുന്ന ഏതു പാപിക്കും രക്ഷയും അനുഗ്രഹവും നൽകുന്ന ദൈവം, സകല ജാതികൾക്കും ക്രിസ്തു ഒരുക്കിയ രക്ഷ. ഭീരുവായിരുന്നിട്ടും ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ശത്രുവിനെ തോൽപ്പിച്ചതാര്? ബാറാക്ക്. ബലഹീനനായപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ശക്തി പ്രാപിച്ചതാര്? ശിംശോൻ. വിശ്വാസത്താൽ ഉപദ്രവം സഹിച്ചത് ആര്? ഇരമ്യാവ്. വിശ്വാസത്താൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവർ ആരല്ല? ഏലിയാവ്, ഏലിശ. വിശ്വാസത്താൽ കല്ലേറ് സഹിച്ചത് ആര്? സക്കരിയ. ഈർച്ചവാളാൽ അറക്കപ്പെട്ടത് ആര്? യെശയ്യാവ്. ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിച്ചത് ആര്? ശമൂവേൽ. രാജാവ് തീച്ചൂളയിൽ എറിഞ്ഞുവെങ്കിലും വിശ്വാസത്താൽ സംരക്ഷിതനായവർ ആരല്ല? ശത്രുക്ക്, മേശക്ക്, അബേദ്നെഗോ. മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തി വിശ്വാസത്തിനുണ്ടെന്ന ചരിത്രം തെളിയിക്കുന്നത് ആരിലൂടെ? ഏലിയാവ്, ഏലിശ. മതപീഡനം സഹിക്കുവാൻ വിശ്വാസം പ്രാപ്തമാക്കിയത് ആരിൽ? എലയാസറിൽ.